1996 യുനെസ്കോയുടെ ഒരു റിപ്പോർട്ടുണ്ട്, പഠന റിപ്പോർട്ടുണ്ട്. അതായത് ഓരോ രാജ്യവും അവരുടെ പാരമ്പര്യവും അവരുടെ ശാസ്ത്ര അറിവുകളും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ പുതിയ കുട്ടികൾ അതിൽ അഭിമാനം കൊള്ളുകയും അവർ ഇതിലേക്ക് വരാനും വേണ്ടിയിട്ടാണ്. എല്ലാവരും മറ്റു രാജ്യത്ത് നടക്കുന്ന, വിദേശത്ത് നടക്കുന്ന രാജ്യം, ഇപ്പോൾ അവരെടുത്താൽ, പാശ്ചാത്യരെടുത്താൽ നമ്മളെക്കുറിച്ചോ അല്ലെ നമ്മളെ പാശ്ചാത്യരെ കുറിച്ച് ആരെക്കുറിച്ചല്ല, മറ്റു രാജ്യങ്ങളെ കുറിച്ചുള്ള ആളുകളെ കുറിച്ച് മാത്രം പഠിക്കാതെ അതാത് രാജ്യങ്ങളിലെ ആളുകളെ കുറിച്ച് കൂടി പഠിക്കണം എന്നൊരു കാഴ്ചപ്പാട് 96 യുനെസ്കോ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പാരമ്പര്യ പൈതൃകമൊക്കെ പഠിക്കണം. അതുപോലെ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലും ഇങ്ങനെ ഒരു തീരുമാനമുണ്ട്. അതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷത്തെ 8ാം ക്ലാസ്സിലെ NCERT പുസ്തകത്തിൽ, ശാസ്ത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് കനാദനാണ് നമുക്ക് ആദ്യമായി വസൂരിക്കെതിരെ, കനാദനാണ് ആദ്യമായി ആറ്റം കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു കഥ പറയുന്നുണ്ട്. വസൂരിക്കെതിരെ വാക്സിനേഷനാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. വാക്സിനേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ചികിത്സകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഭാസ്കരാചാര്യരാമന്റെ ജ്യോതിശാസ്ത്ര പരിപാടികൾ, പരീക്ഷണങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ചെമ്പും ടിന്നും കൂടെ ചേർത്തുള്ള മിശ്രിതം ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ കംസ്യ എന്ന് പറയുന്ന ഒരു കൂട്ടുപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് ഗവേഷണങ്ങളും പഠനങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഇന്ത്യയിൽ നടന്നിരുന്നു. അപ്പോൾ വളരെ വലിയ തോതിലുള്ള പരീക്ഷണങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും ഇന്ത്യയിൽ നടന്നിരുന്നു ധാരാളമായി. ഇപ്പോൾ 0 മാത്രം കണ്ടുപിടിച്ചവരാണ് ഇന്ത്യക്കാർ, ബാക്കിയെല്ലാം ഞങ്ങൾ കണ്ടുപിടിച്ചവരാണെന്നുള്ള നിലയിലാണ് ചരിത്രത്തിൽ പലപ്പോഴും പഴയകാല കുട്ടികൾ പഠിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം വിദേശികൾ കണ്ടുപിടിച്ച് തന്നു. നമ്മൾ ചുമ്മാ ജാതിയും മതവും വർഗവും ഗോത്രവും ഒക്കെ കളിച്ച് അടികൂടി നടന്നതേ ഉള്ളൂ എന്നുള്ള മാത്രമാണ് പറയുന്നത്. പക്ഷെ അതല്ല നമുക്ക് കൊണ്ട് പറയാൻ. പിന്നെ എന്താണ്, ഡോക്ടർമാർ, ചരകൻ, ശുശ്രുതൻ പോലുള്ള ആളുകൾ, നമ്മൾ നേരത്തെ സർജറിയുടെ പൂർവ്വരൂപം നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആറ്റം കണ്ടുപിടിച്ചത് കനാദൻ്റെ, ആറ്റം കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ലോകത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കനാദൻ്റെ കഥ പറയുന്നു. ജെറ്റ് വിമാനം പോലുള്ള വിമാനങ്ങളുടെ കഥ പറയുന്നു. പുഷ്പക വിമാനത്തിൻ്റെ കഥകൾ പുരാണത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ ഭാരതത്തിലും ഈ സങ്കല്പങ്ങളും ആശയങ്ങളും, ഇപ്പോൾ പുഷ്പക വിമാനം ഉള്ള സമയത്ത് വിമാനം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ റൈറ്റ് സഹോദരന്മാരാണ് കണ്ടുപിടിച്ചത്. പക്ഷേ റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിക്കുമ്പോൾ ഈ ആശയം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വിദേശികളെല്ലാം ഇന്ത്യയിൽ വന്നു പോയവരുമാണ്. ഇവിടെ നിന്നാണ് ആശയം കിട്ടിയതെന്നുള്ള ചർച്ചകളുണ്ട്. അപ്പോൾ എന്തായാലും കനാദൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ വസൂരിക്കെതിരെയുള്ള വാക്സിനേഷൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ, തുടർന്ന് ഞാൻ ഈ പറഞ്ഞ ചെമ്പ് ടിന്നുമായിട്ടുള്ള മിശ്രിതം കൊണ്ടുള്ള പരീക്ഷണങ്ങൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഭാരതത്തിൽ നടന്നിരുന്നതായി കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് 8ാം ക്ലാസ്സിലും. അതിനെ പക്ഷേ എതിരാളികൾ പറയുന്നത് സംഘവൽക്കരണമാണ്, അല്ലെങ്കിൽ കാവ്യവൽക്കരണമാണ്. കുട്ടികളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമില്ല, കുട്ടികൾ വിദേശത്തെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷേ അത് പോരാ. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫാബ്രിക്കേറ്റഡായ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ത്യയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് ഏത് സാഹിത്യകാരനായാലും സംസ്കാരികനായാലും ശാസ്ത്രജ്ഞനായാലും എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചരിത്രത്തിൽ അത് കിടപ്പുണ്ടെങ്കിൽ അവരത് പഠിക്കേണ്ടതാണ്. ഒരു ശ്രമമെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനൊരു ശ്രമം ഇന്ത്യയിൽ നടന്നിരുന്നു, ഇന്ന ആൾ ഇത് ചെയ്തിരുന്നു, ഇങ്ങനെ ആശയം ഇന്ത്യ, ഇപ്പോൾ വിമാനത്തെ സംബന്ധിച്ച് തീർച്ചയായും അത് പറയേണ്ടതാണ്. ഇന്ത്യയിലായിരുന്നു ഇങ്ങനെ ആശയം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പുരാണങ്ങളിൽ ഇങ്ങനെ വിമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പുഷ്പവിമാനം അടക്കമുള്ള വിമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ജെറ്റ് വിമാനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെന്നുള്ളത് പറയാം. ബാക്കി റൈറ്റ് സഹോദരന് കൊടുക്കണം, അവർ കണ്ടുപിടിച്ചവർക്കുള്ള കണ്ടുപിടിച്ചവർക്ക്. പക്ഷേ ഇങ്ങനത്തെ ആശയം ഇവിടെ ഉണ്ടായിരുന്നാൽ, ഒരു ചിന്താധാര ഉണ്ടായിരുന്നു എന്ന് പറയാനാലും തെറ്റില്ല. പക്ഷെ അതുപോലെ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ പറയുന്നത് ഇതെല്ലാം വിദേശി തന്നതാണെന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം, സംഘിയും കൊങ്ങിയും സുഡാപ്പിയൊക്കെ കയറി വരുന്നത്. എന്തായാലും കനാദൻ്റെ ഈ കണ്ടുപിടുത്തങ്ങളും വസൂരിക്കെതിരെയുള്ള നമ്മുടെ പരീക്ഷണങ്ങളും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായി കുട്ടികൾ പഠിക്കുന്നു. അത് വേറെ തരത്തിൽ ഗുണം ചെയ്യും. കുട്ടികൾക്കൊരു അഭിമാനബോധം ഉണ്ടാകാനും, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്കൊക്കെ എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നൊരു നാഷണാലിറ്റി അല്ലെങ്കിൽ ഒരു നാഷണലിസം ഒക്കെ വരാൻ നല്ലതാണ്. അത് ഏത് രാജ്യത്തും പറഞ്ഞു കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക്. അപ്പം നമ്മുടെ രാജ്യത്തുള്ള പൈതൃകം, അത് വിജ്ഞാന പൈതൃകം, ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അതുപോലെ ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസ മേഖലയിലുള്ള വിജ്ഞാന പൈതൃകങ്ങൾ തീർച്ചയായിട്ടും കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. അത് യുനെസ്കോ പറയുന്നു, 2020 എഡ്യൂക്കേഷൻ പോളിസി പറയുന്നു. എല്ലാം കൂടി കൊണ്ട് കുഞ്ഞുങ്ങളത് പഠിക്കട്ടെ, അവർ അന്വേഷിക്കട്ടെ, അവർ ഗവേഷണം നടത്തട്ടെ. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അഡമൻ്റായിട്ടൊന്നും പറയണ്ട. ഇതല്ലല്ലോ അവസാന വാക്ക്. അപ്പോൾ ചരിത്രകാരന്മാർ പരീക്ഷണങ്ങൾ നടത്തട്ടെ, എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടത് ഒരു കാലഘട്ടത്തിലെന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള സിലബസുകളും വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ 2 കൂട്ടരും ഇത് പറഞ്ഞത് കൊണ്ടാണ് NCERT-യിൽ ഇത് ഉൾപ്പെടുത്തിയതെന്നാണ് മുൻ NCERT ഡയറക്ടറായിട്ടുള്ള JS രജപുത്ത് അറിയിക്കുന്നത്.